പുരുഷനറിയാതെ ഗർഭിണിയാകുമെന്ന് പറയുമ്പോൾ അവിടെ നിയമവും ആചാരവും പാരമ്പര്യവും നോക്കിയിട്ടല്ല മാതാവ് തലകുനിച്ചത്. അതാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഒരു പാപം പോലും ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രനോട് ഈ മരണം സ്വീകരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചങ്കുപൊട്ടി ചോര ഉയർത്ത് പ്രാർത്ഥിക്കും. അവസാനം ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ, പിതാവേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞവനാ. അവന്റെ ബാക്കിയാ ക്രിസ്ത്യാനി. എന്നിട്ട് അവരുടെ പേരും പറഞ്ഞ് ഈ പറയുന്ന വെള്ള ഉടുപ്പിട്ട് വന്നിട്ട് പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം, ഇത് രണ്ടും കൂടെ എങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? ഇതെങ്ങനെയാ വരുന്നത്? ലോകത്തൊഴിലാളി ട്രേഡ് യൂണിയനോ? എന്താ ഇത്? ഈ പറയുന്ന ഉടയതമ്പുരാൻ സാക്ഷ്യത്തിൽ ഒരു വാക്ക് പറയാമോ? ഈ പറയുന്ന നിങ്ങൾക്ക് ചങ്കി കൈവച്ച് പറയാമോ? ക്രിസ്ത്യൻ അനുയായി നിങ്ങൾ കാണിക്കുന്നു. ക്രിസ്തു പഠിപ്പിച്ച പാരമ്പര്യമാണ് ചങ്കി കൈവച്ച് പറയാമോ? ഇന്ന് നിങ്ങളെ കാലവീഴ, ഈ നിമിഷം കാലവീഴ അച്ഛന് പറയാമോ അച്ഛൻ ക്രിസ്തു അനുയായി കാണുന്നു? വിശ്വസിക്കുന്നവർ പറയാമോ? ഇപ്പൊ കാലവീഴ ഞാൻ പറയാമോ? അച്ഛൻ ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റിയല്ല കേട്ടോ. ഇത്ര നാൾ ഞങ്ങളെ കളിപ്പിച്ചു. സമയൽ എന്ന് പറയുന്ന ഒന്നാം തീയതി ദൈവദൂതൻ ലൂസിഫർ സ്വയാലോചിച്ച് നോക്ക്. സമയൽ ലൂസിഫറിലേക്ക് പോയത് അനുസരണക്കേട് മാത്രമായിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല. മനസ്സിലായോ? അനുസരണക്കേട് മാത്രമായിരുന്നു. ആ അനുസരണക്കേടിന്റെ മകുടോദാഹരണങ്ങളാണ് നിങ്ങള്. ഈ പറയുന്ന പാവപ്പെട്ട വിശ്വാസികളെ ഈ സമയലിന്റെ വഴിയിലൂടെ ലൂസിഫറിലേക്ക് നയിക്കുന്ന ഒന്നാന്തര വ്യാജ പ്രവർത്തകന്മാര്. അച്ഛ ബൈബിളിൽ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കഴുത്തി തിരിയിൽ കേട്ടി കടലിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പാവങ്ങളിൽ ഒരാൾക്ക് ഈ നിങ്ങൾ ദുർമാതൃകയാകുന്നതിനേക്കാൾ നല്ലത് തിരികല്ല് കെട്ടി കടലിച്ചാണെന്ന് പറഞ്ഞാൽ അച്ഛാ അതെങ്കിലും ചെയ്തുകൂടെ? അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ പേര് ഉച്ചരിക്കുന്ന നിങ്ങൾക്ക് അല്പമെങ്കിലും ആ മനുഷ്യരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അനുസരണം ഉണ്ടെങ്കിൽ അച്ഛാ പോയി കടലിൽ പോയി ചാരി അച്ഛാ.